കൊല്ലം ജില്ലയിലെ അഞ്ചൽ കോട്ടുക്കൽ പറയൻമൂല പാലത്തിന്റെ പണി അനിശ്ചിതത്വത്തിലേക്ക്. 2024 ബജറ്റിൽ 5 കോടി രൂപ അനുവദിച്ചെങ്കിലും പിന്നീട് പാലം പണി പ്രതിസന്ധിയിലാവുകയായിരുന്നു. ഇത്തിക്കരയാറിന് കുറുകെ 2 പ്രധാന പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പ്രധാന ഇടമാണ് പറയൻമൂല പാത. ന്യൂസ് മലയാളം എക്സ്ക്ലൂസീവ്. ബജറ്റിൽ 5 കോടി രൂപ അനുവദിക്കുകയും ധനമന്ത്രി KN ബാലഗോപാലും സ്ഥലം MLA PS സുബാലും നേരിട്ട് സന്ദർശിച്ച നാട്ടുകാർക്ക് ഉറപ്പു നൽകുകയും ചെയ്തിട്ടും പറയൻമൂല പാലത്തിന്റെ പണി കടലാസിൽ ഒതുങ്ങിപ്പോയി. മണ്ണ് പരിശോധന ഉൾപ്പെടെ കഴിഞ്ഞിട്ടും നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും ആരംഭിച്ചില്ല. കഴിഞ്ഞ നിരവധി വർഷക്കാലമായി 2 വർഷത്തിലധികമായി ഇതുമായി ബന്ധപ്പെട്ട് ആകെ മണ്ണ് പരിശോധന മാത്രമാണ് പൂർത്തിയാക്കിയിട്ടുള്ളത്. തുടർ നടപടികൾ ഒന്നും തന്നെ സ്വീകരിച്ചിട്ടില്ല. നിരവധി കുട്ടികൾ, അതുപോലെ തന്നെ വൃദ്ധജനങ്ങൾ, ഈ നാട്ടിലെ ദുരിതം അനുഭവിക്കുന്ന ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ പ്രധാനപ്പെട്ട സഞ്ചാര പാതയാണ് ഈ പാലം. ചടയമംഗലം, പുനലൂർ നിയോജക മണ്ഡലങ്ങളിൽ അഞ്ചൽ, ഇട്ടിവ ഗ്രാമപഞ്ചായത്തുകളെ തമ്മിൽ യോജിപ്പിക്കുന്ന ഇത്തിക്കരയാറിന് കുറുകെയുള്ള പ്രധാന പാതയാണ് പറയൻമൂല ഭാഗം. ഇത്തിക്കരയാർ കടന്ന് മറുകരയ്ക്ക് പോകാൻ മറ്റൊരു മാർഗവുമില്ലാത്തതുകൊണ്ട് ആറ്റിന് മറുകരയിലുള്ളവർ 5 കിലോമീറ്റർ അധികം സഞ്ചരിച്ചാണ് ഓഫീസുകളിലും സ്കൂളുകളിലേക്കും പോകുന്നത്. എന്റെ മക്കൾ 2 പേര് സ്കൂളിൽ പോകുന്നുണ്ട്. അപ്പൊ അതുവഴി വണ്ടിയിലാ വിടുന്നേ. അപ്പം നമുക്ക് ബുദ്ധിമുട്ടായി. ഇതുവഴി വണ്ടിയൊക്കെ ഉണ്ടായിരുന്നു, നമുക്ക് കുറച്ചുകൂടെ സൗകര്യമായിരുന്നു. ഇതുവഴി കാടൊക്കെ ആയതുകൊണ്ട് കുഞ്ഞുങ്ങളെ കൊണ്ടുവരാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്. ഒരു പാലം ഉണ്ടായിരുന്നു, നമുക്കതൊരു സൗകര്യമാണ്. കൊച്ചുങ്ങളെ കൊണ്ടുവിടാനും സ്കൂളിലെ ആവശ്യങ്ങൾക്കൊക്കെ പോകാനും ഒരു പാലം അത്യാവശ്യമാണ്. അഞ്ചൽ തഴമേൽ ചൂരക്കുളം വഴി കോട്ടുകലിലേക്ക് കയറുന്ന പ്രധാന പാതയിൽ പറയൻമൂല ഭാഗത്ത് പാലം പണി പൂർത്തീകരിച്ചാൽ പ്രദേശവാസികൾക്ക് വലിയ ആശ്വാസമാകും. ഈ സർക്കാരിന്റെ കാലത്ത് ഈ നിർമ്മാണം പൂർത്തീകരിക്കാൻ, അല്ലെങ്കിൽ നിർമ്മാണം ആരംഭിക്കാൻ കഴിയും എന്ന് പോലും നമുക്ക് ഒരു പ്രതീക്ഷയില്ല. ഒരുപാട് പേരുടെ പ്രതീക്ഷയാണ് ഇപ്പോൾ അസ്തമിച്ചിരിക്കുന്നത്. പാലത്തിന്റെ ടെൻഡർ നടപടികൾ പുരോഗമിക്കുകയാണെന്നാണ് PS സുബാലിന്റെ വിശദീകരണം. ന്യൂസ് മലയാളം, കൊല്ലം.